ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സോ ഇയാളെ ഫിക്സ് ചെയ്യുന്നു? ഷുവർ. നിങ്ങൾ ഈ കണ്ടതിനപ്പുറം വേറൊരു ലോകം ഉണ്ടായേക്ക്. ഐ നോ ദാറ്റ്. എനിവേ, ബെഞ്ചമിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ സർ. അതെ, നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് ഇരുന്നു. എന്നിട്ട് അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയും. ഓക്കെ. ഹലോ മോളെ. മാഡം, ഒരു പ്രശ്നമുണ്ട്. എന്താ മോളെ? ഒരു കാര്യത്തിൽ സംശയമില്ല. മുമ്പ് പരിശോധിച്ച ഡോക്ടർ തന്നെ പരിശോധിക്കണമെന്ന് സുകുമാരിയമ്മ പറഞ്ഞത് എന്തോ കള്ളക്കളി ഉള്ളതുകൊണ്ടാ. അതെ മാഡം, അതെനിക്കിപ്പോൾ ഉറപ്പായി. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പുറത്താവണം. ചിലപ്പോ അതിനുവേണ്ടിയായിരിക്കും ഇങ്ങനൊരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻ ഉണ്ടായത്. എന്ത് ചെയ്യും മാഡം? ഒരു കാര്യം ചെയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ വിളിക്കാം. സുകുമാരി അമ്മ അറിയാതെ മറ്റൊരു ഡോക്ടറെ കൊണ്ട് പ്രിയങ്കയെ ചികിത്സിപ്പിക്കാം. കൂട്ടത്തിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താം. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കിക്കോളാം. മോളും മുത്തശ്ശിയും അല്പം കരുതലോടുകൂടി ഇരുന്നാൽ മതി. എന്റെ വരുണിനെ പറ്റി അവര് പറയുന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് എനിക്ക് തെളിയിക്കണ്ടേ? വരുണിന്റെ കുടുംബത്തിന് അതെന്ത് സന്തോഷമായിരിക്കും അറിയോ മാഡത്തിന്? എനിക്കറിയാം മോളെ. അതുകൊണ്ടാണ് സാർ ഞാനിവിടെ നോക്കുന്നത്. ഓക്കെ, റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. മാത്യു, 9 പേരായി. പക്ഷേ ഒരു 70% പോലും ആരും ഓക്കെ അല്ല. നമുക്ക് നോക്കാം. കണിമംഗലം ഗ്രൂപ്പിന്റെ മാനേജർ എന്ന് പറയുന്നത് ഒരു ചെറിയ പണിയല്ലല്ലോ. എക്സ്ക്യൂസ് മീ സർ. യെസ്, സിറ്റ് ഡൗൺ. താങ്ക് യു സർ. ഓക്കെ മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളുടെ അക്കാദമിക് റെക്കോർഡ്സ് ഒക്കെ നല്ലതാ. പക്ഷെ വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഇതുപോലൊരു സ്ഥാപനത്തിന്റെ മാനേജർ പദവി, ഹൗ കാൻ യു ഹാൻഡിൽ ഇറ്റ്? എല്ലാ കാര്യങ്ങളും മുൻപേ ശീലിക്കാൻ പറ്റില്ലല്ലോ സർ. എന്റെ ജോലി എന്താണോ അതില് എഫിഷ്യൻസി തെളിയിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. സോ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം വെറൊരു വാക്കാണ്.
ഓക്കെ ബെഞ്ചമിൻ, ശീലങ്ങൾ എന്തൊക്കെയാണ്? എക്സ്ക്യൂസ് മീ സർ, ശീലങ്ങളാണോ അതോ ദുശീലങ്ങളാണോ? രണ്ടും. ടു ബി ഫ്രാങ്ക്, വല്ലപ്പോഴും കമ്പനി കൂടുമ്പോ ഞാൻ മദ്യപിക്കാറുണ്ട്. വളരെ കൺട്രോൾഡായി മാത്രം, അല്ലാതെ മറ്റു ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ ശീലങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് ചിലപ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. സാമൂഹ്യ പ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കാമെന്ന് എനിക്കറിയില്ല. പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണമെന്നൊരാഗ്രഹം, അത് കുഞ്ഞുനാളെ മുതൽക്കുള്ള ഒരു ആഗ്രഹമാണ്. ആൻഡ് സ്റ്റിൽ ഐ എം കണ്ടിന്യൂ. ഈ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജർ നാളെ തെരുവിലൊരു യാചകന് മുന്നിൽ നിൽക്കുന്നു എന്ന് കരുതി ഈ സ്ഥാപനത്തിന് മാനക്കേട് തോന്നുന്ന കാര്യമാണെങ്കിൽ ഈ ഇന്റർവ്യൂ നമുക്ക് അവസാനിപ്പിക്കാം സാർ. എനിക്ക് ഈ ജോലി വേണ്ടെന്ന് തന്നെ ഞാൻ പറയും. വരുൺ, നത്തിങ്, യു കൻ. താങ്ക് യു സർ, താങ്ക് യു. വരുൺ എന്താ ഒരു ചോദ്യം പോലും ചോദിക്കാതിരുന്നത്? ആ, ചോദിക്കേണ്ട ആവശ്യം എന്താ? അയാളുടെ മറുപടിയിൽ നമ്മൾ ചോദിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അയാൾ ക്രിസ്റ്റൽ ക്ലീനാ, കൃത്യമായ ലക്ഷ്യമുള്ള ഒരാൾ. ഡോണ്ട് യു ഫീൽ ദാറ്റ്? ഹി ഈസ് ഗുഡ്, ഹി ഈസ് റിയലി ഗുഡ്. അയാൾ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. ഒരിക്കലല്ല, പലപ്പോഴും. സോ ഇയാളെ ഫിക്സ് ചെയ്യുന്നു? ആ, ഷുവർ. നിങ്ങൾ ഈ കണ്ടതിനപ്പുറം വേറൊരു ലോകം ഉണ്ടായേക്ക്. ഐ നോ ദാറ്റ്. എനിവേ, ബെഞ്ചമിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ സർ. അതെ, നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് ഇരുന്നു, എന്നിട്ട് അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയും. ഓക്കെ. സർ, യാ, കം ഇൻ. കൺഗ്രാറ്റുലേഷൻസ് ബെഞ്ചമിൻ. ഞങ്ങൾ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു. താങ്ക് യു സർ. ഈ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയൊരു സാമ്രാജ്യം. മുമ്പ് എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. ഞാനൊരു ക്യാമറ എടുത്ത് നാട് ചുറ്റും അലഞ്ഞു നടക്കും. അതിനിടയിൽ പലപ്പോഴും അച്ഛൻ എന്നോട് പറയാറുണ്ടായിരുന്നു, ഈ ഒരു ചുറ്റിലൊക്കെ മതിയാക്കി ഈ സ്ഥാപനത്തിന്റെ MD സ്ഥാനം ഏറ്റെടുക്കാൻ.